ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 11-ാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ 19 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 20-ാമത്തെ ശ്ലോകം നോക്കാം. ദ്യാവാ പൃഥിവ്യോരിതമന്തരം ഹി വ്യാപ്തം ത്വയൈകേന ദിശശ്ച സർവാ ദൃഷ്ട്വാത്ഭുതം രൂപമുഗ്രം തവേദം ലോകത്രയം പ്രവ്യഥിതം മഹാത്മൻ. മഹാത്മൻ, അലയോ മഹാത്മാവേ, അർജുനൻ ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നതാണ്. ദ്യാവാ പൃഥിവ്യോ ഇദം അന്തരം ഹി, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഇടയിലുള്ള സർവാഹ ദിശശ്ച, സർവദിക്കുകളും ഏകേന ത്വയാ, ഏകനായ അങ്ങയാൽ വ്യാപ്തം, വ്യാപിക്കപ്പെട്ടിരിക്കുന്നു അഥവാ നിറയപ്പെട്ടിരിക്കുന്നു. തവ, അങ്ങയുടെ, അത്ഭുതം ഉഗ്രം, അത്ഭുതകരവും ഉഗ്രവുമായ ഇതം രൂപം, ഈ രൂപം, ദൃഷ്ട്വാ, ദർശിച്ചിട്ട് ലോകത്രയം, 3 ലോകങ്ങളും, പ്രവ്യഥിതം, അത്യധികം ഭയപ്പെട്ടിരിക്കുന്നു. അല്ലയോ മഹാത്മാവായ ഭഗവാനെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഇടയിലുള്ള സർവദിക്കുകളും ഏകനായ അങ്ങയാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഈ പ്രപഞ്ചം മുഴുവനും അങ്ങയാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. എവിടെ നോക്കിയാലും, ആകാശം മുതൽ ഭൂമി വരെ, അല്ലെങ്കിൽ നോക്കെത്തുന്ന ദൂരത്ത് മുഴുവനും അങ്ങയുടെ രൂപം മാത്രമേ കാണുന്നുള്ളൂ. മുഴുവനും അങ്ങയാൽ നിറയപ്പെട്ടിരിക്കുന്നു. അങ്ങയുടെ ഈ ആശ്ചര്യകരവും അത്ഭുതകരവും ഉഗ്രവുമായ ഈ രൂപം ദർശിച്ചിട്ട് ഞാൻ മാത്രമല്ല, ഈ 3 ലോകങ്ങളും അത്യധികം ഭയപ്പെട്ടിരിക്കുന്നു. ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള സകല ദിക്കുകളും അങ്ങയാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അർജുനൻ പറയുന്നത്. ഈ രൂപമല്ലാതെ ഒന്നും കാണുന്നില്ല അർജുനൻ. അങ്ങയുടെ വിശ്വരൂപമല്ലാതെ ഒന്നും തന്നെ കാണുന്നില്ല. ആശ്ചര്യകരവും അത്യുഗ്രവുമായ ഈ രൂപം കണ്ടിട്ട് 3 ലോകങ്ങളും സംഭ്രാന്തിയിലായിരിക്കുന്നു എന്നാണ് അർജുനൻ പറയുന്നത്. ശരിക്കും അർജുനനെ സംബന്ധിച്ചാണ് ഇത് ദിവ്യദൃഷ്ടിയാൽ അത്ഭുതകരമായി അനുഭവപ്പെടുന്നത്. പക്ഷെ അർജുനൻ പറയുന്നു, ഞാൻ മാത്രമല്ല, ഈ ത്രിലോകങ്ങളിലുമുള്ള എല്ലാവരും ഭയപ്പെട്ടിരിക്കുന്നു എന്ന് അർജുനന് തോന്നുകയാണ്. അർജുനൻ അതാണ് പറയുന്നത്. അർജുനൻ കണ്ടത് കേവലം മനസ്സിൻ്റെ വിഭ്രാന്തി അല്ല. കാരണം ഈ ദിവ്യ ചക്ഷുസ് ലഭിച്ചിട്ടുള്ള മറ്റു ലോകവാസികളായ മഹാത്മാക്കളുമുണ്ട്. ഭഗവാന്റെ ദിവ്യരൂപം, തത്വം അറിഞ്ഞിട്ടുള്ള മഹാത്മാക്കൾ ഇതര ലോകവാസികളായിട്ടുള്ളവരുമുണ്ട്. അവരും ഇത് കാണുന്നുണ്ടാകണം എന്നാണ് അർജുനൻ ധരിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും ഈ രൂപം ദർശിച്ച് അത്ഭുത പരതന്ത്രരായിരിക്കുന്നു, തന്നെപ്പോലെ തന്നെ എന്നാണ് അർജുനൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അപ്പോൾ സനാതനധർമ്മത്തിലെ ഈശ്വര സങ്കല്പം ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാം. അതായത് സകലതും ഈശ്വരമയം.
ഈ പ്രപഞ്ചം മുഴുവൻ, ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ഈശ്വരനാൽ നിറയപ്പെട്ടിരിക്കുന്നു. അഥവാ ഈശ്വര ചൈതന്യത്താൽ, ആ പ്രാപഞ്ചിക ഊർജത്താൽ നിറയപ്പെട്ടിരിക്കുന്നു. ആ ചൈതന്യത്തെയാണ് ഈശ്വരൻ എന്ന് സനാതനധർമ്മം വിവക്ഷിക്കുന്നത്. എവിടെ നോക്കിയാലും ഭഗവത് രൂപം മാത്രം. അതാണ് സനാതനധർമ്മത്തിൻ്റെ സങ്കല്പം. എന്തിലും ഏതിലും ഈശ്വരനെ ദർശിക്കുക, ആ ചൈതന്യത്തെ ദർശിക്കുക. ഈശാവാസ്യം ഇദം സർവം. ഇവിടെയുള്ള സകലതും ഈശ്വരൻ്റെ വാസസ്ഥലമാണ്. അതിലെല്ലാം ഈശ്വരൻ വസിക്കുന്നു. അതാണ് സനാതനധർമ്മത്തിൻ്റെ ഈശ്വരസങ്കല്പം. അതുതന്നെയാണ് ഈ വിശ്വരൂപ ദർശനത്തിലൂടെ അർജുനനും പറയുന്നത്. ഈശ്വരനെ അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും കാണുന്നില്ല. പ്രപഞ്ചം മുഴുവനും അങ്ങയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു. അത് ഈ വിശ്വരൂപ ദർശനത്തിലൂടെ, ഈ ഉഗ്രമായ ഗംഭീരമായ ഈ ദർശനത്തിലൂടെ പ്രപഞ്ചം മുഴുവനും സകല ലോകവാസികളും ഈ വിരാട് രൂപം കണ്ട് അത്ഭുതപരതന്ത്രരായിരിക്കുന്നു, എന്നെപ്പോലെ തന്നെ എന്നാണ് അർജുനൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.